ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് ഞങ്ങളുടെ സിംബയാണ്. ഞങ്ങളുടെ സിംബായ്ക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അമ്മയും മക്കളും കൂടെ ആരുടെയും ശല്യമൊന്നും ഇല്ലാതെ വന്നിങ്ങനെ കിടക്കുക. അപ്പോൾ അതിൻ്റെ അടുത്ത് വെളുമ്പനും വന്ന് നിൽപ്പുണ്ട്. വെളുമ്പനാണെങ്കിൽ പൂച്ചക്കുഞ്ഞുങ്ങളുമായിട്ട് ഭയങ്കര കളിയാണ്. അപ്പം കളിക്കാനായിട്ട് വന്ന് നോക്കി നിൽക്കുക. അന്നേരം അവരാണെങ്കിൽ പാല് കുടിക്കുന്ന തിരക്കിലുമാണ്. അന്നേരം പൂച്ചക്കുട്ടികളൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് അടുക്കളയിലോട്ടൊന്ന് പോവാം. അവിടെ ആണെങ്കിൽ ഉമ്മ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ അരിയുന്നുണ്ട് ഷേക്ക് അടിക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ക്യാരറ്റ് വേണം, അതിൻ്റെ പുറത്തെ തൊലിയൊക്കെ ഒന്ന് ചുരണ്ടി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കണം. അതുപോലെ ബീട്രൂട്ടും വേണം, അത് പുറത്തെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതും ചെറിയ കഷ്ണങ്ങളാക്കണം. എന്നിട്ട് ഈ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ നന്നായിട്ട് ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കണം. ഇനി ഈ ക്യാരറ്റും ബീട്രൂട്ടും കൂടെ നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. 1-1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അന്നേരം അത് അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴേക്കും രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണം. പിള്ളേർ ഇപ്പം കഴിക്കാൻ വരും. അപ്പം ഞാൻ കുഴക്കട്ടയാട്ടോ ഉണ്ടാക്കുന്നത്. അത് ബോളൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം തിളയ്ക്കുമ്പം അതിലോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളത്തിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അത് ബോൾ മൊത്തം അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഇനി ഒരു ഗ്ലാസ്സിലോട്ട് 1-2 സ്പൂൺ അരിപ്പൊടി എടുത്ത് അത് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കെട്ടാതെ ഇളക്കിയിട്ട് നമ്മുടെ കുഴക്കട്ട വെന്ത് വരുന്ന സമയത്തേക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട്. എല്ലാവരും ചെയ്യുന്ന കാര്യമായിരിക്കും, ഞാൻ പിന്നെ ചെയ്ത കാര്യം ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ വേണം ചേർക്കാനായിട്ട്. അത് അവസാനം ഒഴിച്ചാൽ മതി. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പിന്നെ തിളയ്ക്കാൻ നിൽക്കരുത്. അപ്പോൾ ഞാൻ തേങ്ങാപ്പാലും ആക്കിയിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യുക. വരിക അങ്ങനെ കുഴക്കട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാനുള്ളവരൊക്കെ ഇപ്പോൾ വരും. അങ്ങനെ നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനത് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതെന്തുവാണെന്നറിയാമോ? ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചില്ലേ കുഴക്കട്ടയ്ക്കകത്ത്, ആ തേങ്ങാപ്പാലിൻ്റെ പീര എടുത്തിട്ട് കുറച്ച് കാപ്പിപ്പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുക. ഇതാണെങ്കിൽ മുഖത്തും കയ്യിലും ഒക്കെ തേച്ച് കുളിക്കാൻ നല്ലതാണ്. ഞാനിങ്ങനെ വീഡിയോ കണ്ടിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ കുട്ടികളൊക്കെ രാവിലെ കുളിക്കാനായിട്ട് പോകുമ്പോൾ വേണമെങ്കിൽ ഇതൊന്ന് തേച്ചിട്ട് കുളിക്കാം എന്ന് വിചാരിച്ച് ചെയ്ത് കേട്ടോ. ഓക്കെ, അന്നേരം അത് അവിടെ ഇരിക്കട്ടെ. നമ്മുടെ ഷേക്ക് അടിക്കാം. നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് തണുത്തു. അതിനി ആവശ്യാനുസരണം മിക്സിയിലോട്ട് ഇടുക. ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക. പിന്നെ തണുത്ത പാല് അല്ലെങ്കിൽ തണുപ്പില്ലാത്ത പാലായാലും ഏതായാലും അത് കുടിക്കുന്നവർ ഇഷ്ടം. കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിൽ അങ്ങോട്ട് അടിക്കുക. അത് ഒഴിക്കുക, കുടിക്കുക. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ക്യാരറ്റ് ഷേക്കും റെഡി. ജ്യൂസ് ഒഴിച്ച് വെച്ചപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഞാനാണെങ്കിൽ ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തുണി വാങ്ങിയായിരുന്നു. അതിങ്ങനെ കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചിരുന്ന കട്ട് ചെയ്തില്ല. അപ്പോൾ അതങ്ങ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് കട്ട് ചെയ്ത് കഴിഞ്ഞു. അന്നേരം കട്ടിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി എനിക്ക് ഷേക്ക് കുടിക്കാമല്ലോ. നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു ഷേക്കാട്ടോ. ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ വാങ്ങിയിട്ട് ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാം, കുട്ടികൾക്ക് കൊടുക്കാം. സൂപ്പർ ഷേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് കാണാം. താങ്ക്